വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ക്യൂട്ടീസ്, എന്തുണ്ട് വിശേഷമൊക്കെ? ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് ചെയ്താലോ? ക്യൂട്ടായിട്ടുള്ളൊരു പപ്പിക്കുട്ടിയാണ് വരയ്ക്കുന്നത്. നമ്മുടെ ക്രിസ്മസിൻ്റെ ക്യാപ്പൊക്കെ വെച്ചുള്ളൊരു ക്രിസ്മസ് വൈബും ന്യൂ ഇയർ വൈബും എല്ലാം കൂടി ചേർന്നൊരു പപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ സൺഡേകളിലാണ് ലോങ് വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. എല്ലാ സൺഡേസിലും മാക്സിമം ഇടാൻ ശ്രമിക്കാം. പിന്നെ ഇതുകൂടാതെ ഒരു ചാനലും കൂടെ ഉണ്ട്. ആ ചാനലിനകത്ത് മാക്സിമം ജേർണലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഈ രണ്ട് ചാനലിനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരിയൊക്കെ സമയക്കുറവുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും സ്കിപ്പ് ചെയ്യാതെ കാണണം. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ കാണണം. ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സൊക്കെ വാല്യുബിൾ ആണ്. പിന്നെ പോസിറ്റീവ് കമൻറ്റൊക്കെ ചെയ്താൽ നമുക്ക് ഇച്ചിരി ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പം കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മീഡിയം സെലക്ട് ചെയ്യാം. അക്രിലിക്കോ വാട്ടർ കളറോ പെൻസിൽ കളറോ. അപ്പോൾ ഞാൻ ഓരോ മീഡിയം ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. അപ്പം വാട്ടർ കളർ ഇടയ്ക്ക് ഞങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞാനത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് പെൻസിൽ കൊണ്ട് ചെയ്യണമെന്നുണ്ട്. ഒരു ഡ്രോയിങ് ഞാൻ പെൻസിൽ കൊണ്ട് ചെയ്തു. ഇനി കുറച്ച് ഡ്രോയിങ് കൂടെ പെൻസിലും കൊണ്ട് ചെയ്യണം. നമ്മുടെ ഒരു സെക്യൂർ മീഡിയത്തിൽ നിന്ന് വെളിയിലിറങ്ങി ചെയ്യണം എന്നാണ്. അതായത് നമ്മുടെ കംഫർട്ട് ലെവലുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കൊന്ന് മാറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാത്തതുകൊണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ലൈക്ക് അടിച്ച് ഒത്തിരി പേര് എൻ്റെ കൂടെ ഈ 1 ഇയറിൽ ഫുള്ളായിട്ട് നിന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ താങ്ക് യു. ഒത്തിരി നല്ല നല്ല ക്യൂട്ടീസ് ഉണ്ട്. അവർ എൻ്റെ കൂടെ തന്നെ കുറേ നാളായിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാവിധ നന്മകളും നേരുന്നു. ന്യൂ ഇയറൊക്കെ അല്ലേ, റെസൊല്യൂഷൻസൊക്കെ എടുത്ത് കാണും. പഠിത്തത്തിൻ്റെ കൂടെ നിങ്ങളുടെ ക്രാഫ്റ്റോ ആർട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ പലരും, ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പം നമുക്ക് സമയങ്ങളൊന്നും കാണാതെ വരുമ്പം നമ്മൾ ഇതൊക്കെ ഒന്നും വിട്ടുമാറും. പക്ഷേ നിങ്ങളങ്ങനെ സമയം കിട്ടും, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. റെസ്പോൺസിബിലിറ്റീസ് വരും, പല കാര്യങ്ങളൊക്കെ വരും, ജോലിയൊക്കെ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ല എന്നെപ്പോലെ ഇതൊക്കെ മറന്നു പോകും കേട്ടോ. പെയിൻറ്റിങ് ആയിരുന്നു സത്യത്തിൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതൊക്കെ ഞാൻ മറന്നു പോയതുപോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് ഒരു റീകളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങളാണ് ഇച്ചിരി കൂടെ പെയിൻറ്റിങ് ചെയ്യുക, ഇച്ചിരി കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക. സമയമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക. പിന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും ചില ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ മറ്റേ ചാനലും കൂടെ നോക്കണം. അതിനകത്ത് ഞാൻ കൂടുതൽ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ പലരും പണ്ടും ജേർണലിംഗ് എന്ന പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജേർണലിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഡയറിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ ബുക്ക് ഡെക്കറേറ്റ് ചെയ്യും, നമ്മുടെ ഡയറി ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ജേർണലിങ്ങും. പിന്നെ സ്റ്റിക്കർ മാത്രം വെച്ച് എഴുതും, നമ്മുടെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് വെച്ചൊക്കെ ഞാൻ മറ്റേ ചാനലിനകത്ത് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലരും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യാത്തപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയൊരു നിമിഷത്തേരത്തെ കാര്യമുള്ളായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ചിലപ്പം 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് വരെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഉള്ളവർക്ക് ഇത് കണ്ടിന്യൂസ് ചെയ്യാൻ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾക്കും ചിലപ്പം നമുക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഈ സമയമൊക്കെ കണ്ടെത്തി ചെയ്യുന്നത്. വലിയ ചാനലൊന്നും ആയില്ലെങ്കിലും ഉള്ള ചാനലിലുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ മാക്സിമം എല്ലാവർക്കും കമൻറ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. റിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർ ചിലർ നമ്മുടെ ഗിവ് എവേക്ക് കൊണ്ട് മാത്രം വരുന്നുണ്ട്. അവരോട് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഗിവ് എവേ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് തരുന്നതാണ്. അത് 1-2 മാസം എല്ലാ മാസം കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിനൊക്കെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ, നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ ആയെങ്കിലല്ലേ. അല്ലാതെ തന്നെ ഞാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ കൂടെ നിൽക്കുക. എൻ്റെ മനസ്സിലും എൻ്റെ സാഹചര്യവും നമ്മുടെ ഫൈനാൻഷ്യലൊക്കെ അനുസരിച്ച് ഞാൻ ഗിവ് എവേ ചെയ്യുന്നതാണ്. ഗിവ് എവേ ചെയ്യാത്ത ആൾക്കാർ പല ചാനലുകളില്ലേ. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ചെയ്യുന്നില്ലേ. അപ്പം ഗിവ് എവേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ അതുവരെ നിൽക്കുന്നവരായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിനു വേണ്ടി മാത്രം നിൽക്കല്ല്. 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒത്തിരി പേരുണ്ട്. എനിക്ക് ഒരു സ്മോൾ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സപ്പോർട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് വീണ്ടും ഞാൻ തുടങ്ങിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇത് വിട്ടിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എന്താ പറയണ്ടേ, ഏതെങ്കിലുമൊക്കെ വെക്കേഷൻ കിട്ടിയാൽ ഇതായിരുന്നു പരിപാടി. സ്കെച്ചിങ് ചെയ്യുക, പല ചെയ്യുക എന്നൊക്കെ, റീഡിങ് ചെയ്യുക. റീഡിങ്ങൊക്കെ ചെയ്തിട്ട് കുറേ നാളായി, സമയമില്ല ഇതിനെല്ലാത്തിനും കൂടെ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളതൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്യാറില്ല കേട്ടോ.
നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. പിന്നെ ഏതൊരു പെയിൻറ്റിങ്ങും ചിലപ്പം തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊരു, പക്ഷേ നമ്മൾ ചെയ്ത് തരുമ്പോഴേക്കും പിന്നെ കളർ മിക്സിങ് നമ്മൾ ചെയ്യുക കേട്ടോ, അതിനനുസരിച്ച് ചെയ്യുക, നീറ്റായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർക്കായിരിക്കും ഗിവ് വരുന്നത്. അല്ലാതെ ഗിവ് വേക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ചാനൽ നടത്തുന്നത്, അറിയാമല്ലോ. അപ്പം അത് ചിലപ്പോൾ 1 മാസം തന്നെന്നിരിക്കും, ചിലപ്പോൾ തന്നില്ലെന്നിരിക്കും, ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും. അപ്പോൾ അത് ഞാൻ നോക്കുന്നത് എൻ്റെ കൂടെ ആരൊക്കെ അന്നേരം ഉണ്ടെന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അതെൻ്റെ ഒരു സ്നേഹ സമ്മാനമല്ലേ. പിന്നെ ഇത് ഇവിടുന്നൊക്കെ മേടിച്ച് ഇത് ഇവിടുന്ന് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിലവൊക്കെ ഇല്ലേ. അപ്പോൾ എല്ലാ മാസവും കമ്പൽസറി ആയിട്ട് കൊടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ ഡ്രോയിങ് റെഡിയായി. ഇനി നമ്മൾ ആ മതിലിന് ഒരു മഞ്ഞിൻ്റെ വൈബ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈവനിങ് ടൈമിലാണ് ഞാൻ സാധാരണ ഷോർട്സ് ഇടുന്നത്. നിങ്ങൾക്കറിയാം ഒരു 4:45 ഒക്കെ സമയത്താണ്. മറ്റേ ചാനൽ ഒരു 5 o'clockന്. ലോങ് വീഡിയോസ് ഞാൻ സൺഡേയിലാണ് ഇടുന്നത്. അപ്പോൾ ഈ ലോങ് വീഡിയോ ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ റീച്ച് എത്തത്തില്ല. നമ്മുടെ ചിലപ്പോൾ 2 മണിക്കത്തെ 3 മണിക്കത്തൊക്കെ എഫേർട്ടായിരിക്കും. ബോറിംഗ് അല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൂടുതലും ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നത് പലരും ഇത് കണ്ട് ചെയ്തോട്ടോ എന്ന് വിചാരിച്ചാണ്. ഞാനും ഇതുപോലൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ നല്ലതല്ലേ. അതുകൊണ്ട് ഈ വൈറ്റ് ലാസ്റ്റ് ചെയ്യുന്ന അതൊരു ഷൈനിങ് എഫക്റ്റിന് വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഇല്ലെങ്കിൽ വൈറ്റ് ജെൽ പെൻ, ഇതാണ് ഈ ജെൽ പെൻ, നല്ല സൂപ്പർ ജെൽ പെന്നാ, അക്രിലിക് ടൈപ്പ് ജെൽ പെന്നാണ്. ഇത് നമുക്ക് കിട്ടും അധികം വിലയൊന്നുമില്ല. അത് യൂസ് ചെയ്ത് നമ്മളതിനൊന്ന് എടുപ്പെടുത്ത് വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പെയിൻറ്റിങ്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ബോറിംഗ് ആക്കില്ലെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോകൾ അടുത്ത സൺഡേകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. ടേക്ക് കെയർ.